മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണണം, അറിയണം, വിശേഷങ്ങൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു താരമാണ് എൻ്റെ കൂടെ ഉള്ളത്. ചിരിക്കരുതേ. ലെറ്റ്സ് വെൽക്കം ഗായത്രി സുരേഷ്. വെൽക്കം ടു ദ ഷോ. ഒരു തെലുഗു ഒരു സാരി എടുത്ത ഒരു ഫൈറ്റ് സീൻ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഷാജിയേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഫൈറ്റ് പഠിച്ചോ? ഒരു സമയത്ത് ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളുകളുടെ ഒരു റാണി, ആ ഒരു ലൈനായിരുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എനിക്ക് അറിയായിരുന്നു ഞാൻ ഐ ഡിസേർവ് ഓൾ ഓഫ് ദ ട്രോൾസ്. ഞാൻ എന്റെ ലോകത്ത് ഞാൻ എന്തെങ്കിലും കേട്ടാലും ഞാൻ ഉണ്ടല്ലോ സമ്മതിച്ചിരിക്കുന്നു. എന്റെ മനസ്സിൽ കൂടെ ഇപ്പൊ പോയതാന്നറിയോ, ആ ഉണക്കമുന്തിരി പാട്ട്. മടുക്കുവോളം തിന്നോക്കിയ തിന്നോക്കിയ തേങ്ങ കൊത്തൊന്ന് കൊരിക്ക കൊരിക്ക. എടോ ഇത് രസല്ലേടോ ഉണക്കം ലിറിക്സ് തിരിച്ചു പാടുക. അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ഏതെങ്കിലും ഒരു ആക്ട്രസിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഗായത്രി? ഞാൻ കുറെ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. എന്നാ ഒരു എക്സാമ്പിൾ എന്താ? ഞാൻ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ആണോ? ഒന്ന് കാണിക്കൂ. ഞാൻ ഉത്തമി എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലടാ ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ. അല്ല എങ്ങനെ? അത് നിന്റെ തെറ്റ്, അങ്ങനത്തെ ഒരു ആക്ഷൻ ഇല്ലേ ലാലേട്ടന്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതില്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതില്. അതെ, നിന്റെ തെറ്റ്. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. ഒരു നടിയാണെങ്കിലോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുള്ളത് കരീന കപൂറിനെ, കാവ്യ മാധവനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് തോന്നാറുണ്ട്. എവിടെയായിരിക്കും കൂടുതൽ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ആഗ്രഹം? എനിക്ക് ഹോളിവുഡ് വരെ പോണം എന്നാണ് എന്റെ ആഗ്രഹം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.